നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി. നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഞാൻ എങ്ങനെ അറിയും? ഞാനങ്ങ് ജർമ്മനിയിലായിരുന്നില്ലേ? ഇവിടെ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നു. അയ്യോ, എനിക്കറിയില്ല, ഞാൻ ആ സമയത്ത് പട്ടായയിലായിരുന്നില്ലേ? ഇങ്ങനെ നിരുത്തരവാദപരമായി മറുപടി പറയാൻ ശേഷിയുള്ള ഒരേ ഒരു നേതാവേ ഉള്ളൂ, ആ ഒരേ ഒരു ദേശീയ നേതാവേ ഉള്ളൂ നമ്മുടെ രാജ്യത്തുള്ളത്. അത് ആളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബില്ലിൽ ചർച്ച നടക്കുമ്പോൾ അങ്ങ് ജർമ്മനിയിൽ BMW ബൈക്കിൻ്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് ഭംഗി ആസ്വദിക്കുകയായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ്. എങ്ങനെയുണ്ട്? ഇതിനെ രാഷ്ട്രീയമായ പക്വതക്കുറവെന്ന് വിളിക്കണോ, രാഷ്ട്രീയ പാപ്പരത്വം എന്ന് വിളിക്കണമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഇവിടെ ഇന്ത്യ മുന്നണി നല്ല കാര്യമാണ്. ഒരുപക്ഷേ രാജ്യത്തെ ജനങ്ങളെല്ലാം കൂടെ ഉറ്റുനോക്കിയിരുന്നു ഇന്ത്യ മുന്നണി ഇവിടെ എന്തൊക്കെയോ മലമറിക്കും എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കഴിഞ്ഞ 2 തവണയായി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് വയനാട്ടിൽ ജനങ്ങൾ വിധി എഴുതുമ്പോൾ അതിനൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഈ UDFൻ്റെ നേതാക്കന്മാരെ വിജയിപ്പിച്ച് വിടുന്ന ഒരു ശീലത്തിലേക്ക് കേരളം കഴിഞ്ഞ 2 തവണയായി പോകുന്നുണ്ട്. ഇനി ഒരുപക്ഷെ അതുണ്ടാകുമോ എന്നുള്ള സംശയമാണ്. പിന്നെ വയനാടിൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് വീണ്ടും UDF തന്നെ അവിടെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ട്. ഇനി എന്തുവാണെന്നറിയത്തില്ല. പ്രിയങ്ക ഗാന്ധി അവിടേക്ക് എന്തെങ്കിലും കുറേ കലണ്ടർ കൊണ്ട് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് പ്രിയങ്ക ഗാന്ധി വയനാടുകാർക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ നോക്കിക്കോളൂ, ഇതേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഇപ്പോൾ വിവരക്കേട് വിളിച്ച് പറയുകയാണെന്നേ. ഞാൻ എന്താ പറയുക, പിണറായി വിജയനെ ആലിംഗനം ചെയ്യില്ല. വേണ്ടെന്നേ. നിങ്ങൾ ആലിംഗനം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആലിംഗനം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അല്ലാതെയായി മാറുമോ? കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇരുന്ന മുഖ്യമന്ത്രി അല്ലാതെയാകുമോ? കേരളത്തിലെ ഒരു സമീപനം ഇവിടുത്തെ UDF എന്ന് പറയുന്ന മുന്നണിയും LDF എന്ന് പറയുന്ന മറ്റൊരു മുന്നണിയുമാണ്. UDF എന്ന് പറയുന്ന മുന്നണിയെ കോൺഗ്രസ് നയിക്കുന്നു, LDF എന്ന് പറയുന്ന മുന്നണിയെ CPM നയിക്കുന്നു. എന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇതേ രാഹുൽ ഗാന്ധി മറന്നു പോകുന്നത്? ജോൺ ബ്രിട്ടാസ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഇവിടുത്തെ കേരളത്തിലെ നേതാക്കന്മാർ എഴുതി തരുന്നു, ഞാൻ വായിക്കുന്നു, അത്ര മാത്രമാണ് പറഞ്ഞ മറുപടി. അതേസമയം വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ അദാനിയെ കൊണ്ടുവന്നത് CPM-കാരാണെന്ന് പറയുന്നില്ലേ? അപ്പോൾ അങ്ങനെ പറയേണ്ട ഉത്തരവാദിത്വം എങ്ങനെയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുന്നത്? എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഈ അദാനി എന്ന് പറയുന്ന ഒരു കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി കരാർ ഉണ്ടാക്കുന്നത് പിണറായി വിജയൻ്റെ സർക്കാർ ആയിരുന്നില്ല, CPM ആയിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ? അതെന്തുകൊണ്ടാണ് ഇത്രയും ദേശീയ തലത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അറിവില്ലാതെ പോയത് എന്ന് മാത്രമാണ് നമ്മുടെ സംശയം. ഉമ്മൻചാണ്ടി ആയിരുന്നില്ലേ ആദ്യമായി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനിക്ക് കരാർ നൽകുന്നത്? തുടർന്ന് ആ കരാറിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സകല ചൂഷണങ്ങളെയും അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലോസുകൾ എഴുതി ചേർത്തതും തുടർന്ന് ആ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്ത് പിണറായി വിജയൻ സർക്കാരാണ് എന്നുള്ളത് വാസ്തവമാണ്. തുടക്കത്തിൽ നമുക്ക് ലാഭത്തിൻ്റെ വിഹിതമായി ₹1 പോലും കിട്ടില്ല 19 വർഷത്തേക്ക്. അതായിരുന്നു ആദ്യത്തെ കരാറിനകത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ മാറ്റി പുതുക്കിയ കരാറിലാണ് അദാനിയുമായി സൈൻ ചെയ്യുന്നത്. ഇനിയും പൊയ്ക്കോട്ടെന്നേ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദാനി ഗ്രൂപ്പിലെ ഒരാളെ പോയി മീറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ഇതുവരെ ചോദിക്കാൻ ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ വലിയ ദേശീയ നേതാവല്ലേ, ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? എന്തിനേറെ ഹൈക്കമാൻഡ് എന്നും പറഞ്ഞിട്ട് തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും പണിക്ക് പൊയ്ക്കൂടെ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. വെറുതെ ഒരു എക്സ്പ്ലനേഷനെങ്കിലും ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് അദാനി ഗ്രൂപ്പിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തിയെ പോയി കണ്ടത്? കിഷോർ ആൽവെ എന്ന് പറയുന്ന ആളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന്? ചോദിച്ചിട്ടില്ല ഇതുവരെ. അതിന് പകരം ഇവിടെ പിണറായി വിജയൻ എന്തോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ കെട്ടിപ്പിടിക്കാൻ പാടില്ലാത്തത് ഈ പറയുന്ന കോൺഗ്രസിലുള്ളവരെ തന്നെയാണ് മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു തരേണ്ടി വരും. ഈ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ, അതായത് സ്വന്തം മുന്നണിയിൽപ്പെട്ട ഒരു നേതാവിനെ ആലിംഗനം ചെയ്യാൻ കഴിയില്ല. പക്ഷേ നേരെ എതിർചേരിയിൽ നിൽക്കുന്ന NDA എന്ന് പറയുന്ന മുന്നണിയിലെ ഒരു നേതാവും ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയെ പൊതുസഭയിൽ വെച്ച് ആലിംഗനം ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരും. കാരണം BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി രാജീവ് ഗാന്ധി മുതൽ ഇവിടെ കിടന്ന് പരിശ്രമിച്ചത് ചരിത്രത്തിൽ അവശേഷിച്ചിരിക്കുന്ന കാര്യമല്ലേ? അയോധ്യ സംഭവം മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ മതി. എവിടെയൊക്കെയാണ് ഈ നാട്ടിൽ BJPയെ വളരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് സഹായിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും.
ഇത് രാഹുൽ ഗാന്ധിക്കുണ്ട്. ഈ പറയുന്ന പോലെ നെഹ്റുവിയൻ കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഹില്ലയിൽ എന്ന് ഈ രാഹുൽ ഗാന്ധി പേടിച്ച് മുട്ടിലിഴഞ്ഞ് BJP-യിൽ അംഗത്വം എടുത്തേനെ. കാര്യം ED അന്വേഷണം നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് തന്നെ അതിന് പകരമായി എന്താ ചെയ്തത്? അതിന് പകരമായി റോബർട്ട് വാദ്ര എന്ന് പറയുന്ന സ്വന്തം അളിയനെ കൊണ്ട് 172 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി BJP-ക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ വരുന്നില്ല, പക്ഷേ എൻ്റെ അളിയൻ ഇത്ര കോടി രൂപ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് തരും, എന്നെ രക്ഷപ്പെടുത്തൂ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇവിടെ BRM ഷഫീറിനെ പോലുള്ള കുറേ നേതാക്കന്മാർ വലിയ വായിൽ കിടന്ന് പ്രസംഗിക്കാൻ നമ്മൾ കേട്ടതാണ്, വലിയ വായിൽ കഥാപ്രസംഗം നടത്തുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോഴും ഇതിനിടയിലൂടെ ഈ പറയുന്ന റോബർട്ട് വാദ്ര കൊടുത്ത് 172 കോടി എന്ന് പറയുന്ന ഒരു ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ അവിടെ മറച്ചു പിടിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ കോൺഗ്രസിൽ നിന്നുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരും ഈ ED അന്വേഷണം ഭയന്നിട്ട് അവരെല്ലാവരും ഈ പറയുന്ന BJP-യിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇപ്പം രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ അല്ലെങ്കിൽ വടക്കൻ മേഖല മുഴുവനായി ഇപ്പോൾ BJP-യുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. ഹരിയാന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, വിജയിക്കാനുള്ള സാധ്യതകൾ 100-ൽ 110% ഉണ്ടായിരുന്നിട്ട് കൂടിയും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആണ്. അവിടെ നിങ്ങൾ കളിച്ച നാറിയ രാഷ്ട്രീയം തന്നെ ആയിരുന്നുവെന്നേ. ആം ആദ്മി പാർട്ടിയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ വിട്ടു. ഡൽഹി എന്തുകൊണ്ട് BJP ഭരിക്കുന്നു ഇന്ന്? ഡൽഹി ഭരിക്കാൻ കാരണക്കാർ ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും അടക്കം അവർക്കെതിരായി ഇവിടെ നിന്ന് കേസ് പുട്ടപ്പ് ചെയ്ത് അവർക്കെതിരായി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് ED എത്തിക്കുകയും ഒടുവിൽ അവരെ കൊണ്ട് തീഹാർ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം നിന്നത് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ഏറ്റവും ഒടുവിൽ വന്നു എന്നുകൊണ്ട് ഇവിടെ ഈ പറയുന്ന വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാട്ടി എന്ന് അതിന് ഉത്തരവാദിത്തപ്പെട്ട രമേശ് ചെന്നിത്തല നാണമില്ലാതെ ഉളുപ്പില്ലാതെ വന്ന് എന്നുകൊണ്ട് പറയുകയുണ്ടായി. എന്നിട്ട് അങ്ങനെ കൃത്രിമം നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ തൃശ്ശൂരിലടക്കം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അവിടെ ഒരു ഓഡിയോ വിഷ്വൽ കാണിച്ചുകൊണ്ട് വെറുതെ ഒരു പ്രസന്റേഷൻ നടത്തി. ആ പ്രസന്റേഷൻ അപ്പുറത്തേക്ക് ആ കേസുമായി മുന്നോട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ അത് തെളിയിച്ചെടുക്കാനോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലായിരിക്കും, പക്ഷേ KC വേണുഗോപാലിനെ പോലുള്ള നേതാക്കന്മാർക്കറിയാം. K മുരളീധരനെ പോലെ ഇന്ന് കേരളത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന ആളിനറിയാം. കാരണം അദ്ദേഹം അവിടെ നിന്ന് തോറ്റ ഒരാളാണ്. അതിന് മറുപടിയായി TN പ്രതാപനെ മണലൂരിലിട്ട് ഇത്തവണ വെട്ടി. ഇത് നമുക്കറിയാം. അപ്പോൾ എന്നിട്ട് ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ട് കൂടി അതിലെവിടെയെങ്കിലും ഒരു ചെറു വിരൽ അനക്കാൻ ഈ പറയുന്ന UDF-ന് അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനോ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു ഘട്ടത്തിൽ പോലും അതിന് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ തന്നെ വിചാരിക്കണം, എന്ന് നമ്മൾ ഊഹിക്കണം അല്ലെങ്കിൽ കരുതണം. അതാണ് ഉറച്ച കാര്യം. അപ്പോൾ എന്നിട്ടാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ബലത്തിനായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഈ രാഹുൽ ഗാന്ധി പിന്നീട് ചെയ്തിട്ടുണ്ടോ? ആ പറയുന്ന ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്താൻ ഈ പറയുന്ന DMK ആയിട്ട് തമിഴ്നാട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസുമായി തുടക്കത്തിലെ എന്ത് സംഭവിച്ചു എന്നറിയാം. സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവുമായി എന്തുണ്ടായി നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ നിരവധിയായ പ്രതിസന്ധികൾ, നിരവധിയായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിട്ട് വീണ്ടും പറയുകയാണ് നമ്മൾ പിടിച്ചെടുക്കും, ഇന്ത്യ മുന്നണി അധികാരം പിടിച്ചെടുക്കുന്ന ഒരു കാലത്തിലേക്ക് പോകുമെന്ന്. എങ്ങനെ അധികാരം പിടിച്ചെടുക്കും? ഏത് രീതിയിൽ അധികാരം പിടിച്ചെടുക്കും? അതിനുവേണ്ടി എന്തൊക്കെ ഗ്രൗണ്ട് വർക്കുകളാണ് ഇതുവരെ ഇന്ത്യ മുന്നണി നടത്തിയിട്ടുള്ളത്? ഇതൊക്കെയും രാഹുൽ ഗാന്ധി ഒരു കൃത്യമായി രാവിലെ മുതൽ എണ്ണീറ്റിരുന്ന് പഠിക്കണമെന്നേ. ഇവിടേക്ക് വരുമ്പോൾ മതേതരത്വമാണല്ലോ വിളിച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ് വയനാട്ടിലേക്കും കേരളത്തിലേക്കും വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി ഊരി പോക്കറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത്? അപ്പോൾ ഇവിടെ മതേതരത്വത്തിനപ്പുറത്തേക്ക് എന്നെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ വടക്കേ ഇന്ത്യയിലുള്ള ഹൈന്ദവരായിട്ടുള്ള അല്ലെ BJP-ക്കാർ ഒരു പാകിസ്ഥാൻ അനുകൂല ഒരാളാക്കി മാറ്റും എന്നുള്ള ചിന്താഗതി, അവരെ ഭയമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിന്. ഇനിയും ഈ പേടിയും കൊണ്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് മുന്നണി ബന്ധങ്ങൾ എങ്ങനെ ഊട്ടിയുറപ്പിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അല്ലാതെ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ ചതിച്ചതുപോലെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ നടത്തിയ നാണം കെട്ട നാടകം പോലെ ഇവിടെ കേരളത്തിൽ വന്ന് പിണറായി വിജയനിട്ട് പണിയാൻ നിന്നതുപോലെയുള്ള പണികളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആലോചിക്കുക രാഹുൽ ഗാന്ധി, നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.